എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ഉള്ളത് നമ്മളെ നാട്ടിൽ തന്നെയുണ്ട്. നമ്മളെ നാട്ടിൽ പുതിയൊരു സംരംഭം ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് നമ്മളെ മഹല്ല് ഖാസി ഉസ്താദ് യൂനുസ് ലത്തീഫയുടെ അവരുടെ കൈകളാൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച വിവരെല്ലാവരും അറിയിക്കുകയാണ്. അതെന്താ സംഭവിച്ചാൽ നമ്മളെ കണ്ണുകളെ വിസ്മയിപ്പിക്കും വിധം പൂക്കളുടെ ഒരു പുതുലോകം, പൂക്കളുടെ ഒരു കമനീയ ശേഖരം എന്ന് തന്നെ പറയാം. ഇതിൽ പല ജാതി കളറുകളുണ്ട്. വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ്, ഈ പിങ്ക് എന്ന് വേണ്ട. അതായത് ഏകദേശം നമ്മളെ മഴവില്ലിൻ്റെ കളറുകൾ ഉണ്ടല്ലോ, ആ കളറുകളിലെ എല്ലാ കളറുകളും ഇവിടെ പൂക്കളുകൂടെ വിരിഞ്ഞ് നല്ല കൺകുളിർമയാക്കി തുടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ മരത്താണിക്കലാണ്. അതായത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. വഴിക്കടവ് നിലമ്പൂർ റൂട്ടിലാണ് ഈ കിടക്കുന്നത് ഈ സംഗതി സ്ഥിതി ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അതായത് മഞ്ചേരിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മഞ്ചേരിന്ന് 4 കിലോമീറ്റർ എത്തി മരത്താണി എന്ന് ചോദിച്ചാൽ മരത്താണി തന്നെയാണ്. അതിൻ്റെ ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം ചെയ്ത് മഹല്ല് ഖാസി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ എന്താ പറയുക, ഈ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഗതി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ മുതലാളി. അപ്പോൾ കണ്ടുകാണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ ബുക്ക് ചെയ്യുക, എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. ഇവർക്ക് വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചകളാണ്. പിന്നെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് വൈകുന്നേരം ഒരു ചെറിയൊരു നോമ്പുതുറയായി കണ്ടാണ് പരിപാടിയൊക്കെ നാട്ടുകാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് ചെറിയൊരു നോമ്പുതുറയെ സൽക്കാരമായി കണ്ടാണ് പരിപാടിയൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് സംഭവം വിജയാക്കി കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ. അപ്പോൾ എല്ലാവർക്കും ഇതിന് പ്രത്യേക ഒരു നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പേര് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചെടികളാണ് ഇന്നുള്ളത്. ഓർക്കിഡ് തന്നെ തോന്നുന്നുണ്ട്. ഓർക്കിഡിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി കാഴ്ച. നല്ല എത്രയോ വർഷങ്ങളോളം പഴക്കമുള്ള ഓർക്കിഡിൻ്റെ തൈകളും ചെടികളാണ് ഈ കാണുന്നത്. ഓർക്കിഡ് തന്നെ ആയിരിക്കാം ഏതായാലും. വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ മഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ മരത്താണി എന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും. മെയിൻ റോഡിൻ്റെ വക്കിൽ തന്നെയാണ്. അപ്പോൾ അവർക്കും പാക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ റോഡിൻ്റെ വക്കിലായിട്ട് തന്നെയാണ് മരത്താണി. ഒരു ടർഫുണ്ട്. ആ ടർഫിനെ ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെയാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഉദ്ഘാടന സമയത്ത് വാർഡ് മെമ്പർ KT ജലീൽ, മറ്റു മഹല്ല് ഭാരവാഹികൾ, അങ്ങനെ ഒരുപാട് നാട്ടുകാരും ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായി കൊണ്ട് ഒരു കഫേ കൂടിയുണ്ട്. ഒരു അടിപൊളി ഇതാണ്. ഒരു ഈവനിങ്ങിനൊക്കെ നമ്മളൊരു ചായ കുടിച്ചിട്ടിങ്ങനെ പുറത്തുള്ള ഒരു ആംബിയൻസ്, ചെടികളുടെ ആംബിയൻസൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിച്ച് കോഫിയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് വൈകുന്നേരമൊക്കെ സമയങ്ങളിലൊക്കെ ചിലവഴിക്കാം.
കാരക്കല്ലേ?